ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ സീസൺ 3 അങ്ങനെ ജൂൺ 21 പുറത്തിറങ്ങാൻ പോവുകയാണ്. നമുക്ക് ഇന്ത്യയിൽ ജൂൺ 22 ഇത് കാണാൻ പറ്റുക. പിന്നെ സീസൺ 3 എന്ന് പറയുന്നത് മുമ്പത്തെ 2 സീസണുകളിൽ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് സ്കെയിലിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ സീസൺ 3 എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സീസൺ വരുന്നതിന് മുമ്പായിട്ട് ഈ സീസണെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതൊക്കെ നമുക്കൊന്ന് സ്പോയിലർ ഫ്രീ ആയിട്ടൊന്ന് വേഗം നോക്കാം. സീസൺ 3യെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സീസൺ 2 എവിടെയാണ് നിർത്തിയിട്ടുള്ളത്, സീസൺ 2വിന്റെ അവസാന ഭാഗത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കിയിട്ട് വരാം. സീസൺ 2വിൽ നമ്മൾ പ്രധാനമായും കണ്ടത് ടാർഗേറിയൻസിന്റെ ആ ഒരു സിവിൽ വാറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ടാർഗേറിയൻസിൽ തന്നെ 2 വിഭാഗങ്ങളായി അല്ലെങ്കിൽ 2 ടീമുകളായി. അതായത് റെനേറിയ, ഡെയ്മൺ എന്നിവരടങ്ങുന്ന ബ്ലാക്സും അതുപോലെ ഏഗോൺ, ആലിസന്റ്, എയ്മണ്ട് എന്നിവരടങ്ങുന്ന ഗ്രീൻസും. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു വലിയൊരു വാറിന്റെ ഒരു ബിൽഡപ്പ് ആയിരുന്നു ഈ ഒരു സീസൺ മുഴുവനായിട്ടും ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ വലിയ ബാറ്റിൽസോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഈ ഒരു സീസണിൽ ഉണ്ടായിരുന്നില്ല. ബാറ്റിൽസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രധാനമായും അതിന് കാരണം സീസൺ 2 ഇനീഷ്യലി 10 എപ്പിസോഡുകളായിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സീസൺ 2വിന്റെ അവസാന ഭാഗത്ത് നടക്കേണ്ടിയിരുന്ന വലിയ ബാറ്റിൽസ് എല്ലാം തന്നെ സീസൺ 3യിലേക്ക് പുഷ് ചെയ്യുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇത് 10 എപ്പിസോഡിൽ നിന്ന് 8 എപ്പിസോഡാക്കി ചുരുക്കുകയുമായിരുന്നു. എന്നിരുന്നാലും സീസണിന്റെ അവസാന ഭാഗത്ത് പല ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും സീസൺ 2വിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന സീസൺ 3യിലേക്കുള്ള പ്രിപ്പറേഷനും ഇനി വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങളിലേക്കുള്ള ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് സീസൺ 2വിലൂടെ ചെയ്തിട്ടുള്ളത്. സീസൺ 2വിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ഈവന്റ് എന്ന് പറയാവുന്നത് ബാറ്റിൽ ഓഫ് റോക്സ് റെസ്റ്റ് ആയിരുന്നു. ഈ ഒരു ബാറ്റിലിൽ വെച്ചിട്ടായിരുന്നു റെയ്നിസ് മരണപ്പെട്ടതും നിലവിലെ കിങ് ആയിട്ടുള്ള ഏഗോണ് വളരെ വലിയൊരു ഇഞ്ചുറി സംഭവിച്ചതും. ആ ഒരു വലിയൊരു ക്രാഷിന് ശേഷം വളരെ വലിയ രീതിയിൽ ഇഞ്ചുറി പറ്റിയ ഏഗോണിന്റെ അടുത്തേക്ക് തന്റെ സോഡുമെല്ലാം എടുത്തുകൊണ്ട് എയ്മണ്ട് വരുന്ന ആ ഒരു സീക്വൻസ് കൊണ്ടെല്ലാം തന്നെ എയ്മണ്ട് ഇന്റൻഷനലി ഇതൊക്കെ ചെയ്തതുപോലെ ആയിട്ടാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം ശേഷം പരിക്കേറ്റ ഏഗോണിന് പകരമായിട്ട് താൽക്കാലികമായി എയ്മണ്ട് രാജാവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഡ്രാഗൺ സ്റ്റോണിൽ വെച്ച് റൈഡർ ഇല്ലാത്ത ഡ്രാഗൺസ് ആയ സീ സ്മോക്ക്, വെർമിത്തോർ, സിൽവർ വിങ് തുടങ്ങിയവരെ പുതിയ ഡ്രാഗൺ റൈഡേഴ്സ് ടീം ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ സീസണിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രാഗൺസ് ഉള്ളത് ബ്ലാക്സിന്റെ പക്കലാണ്. എങ്കിലും നിലവിലെ ഏറ്റവും വലിയ ഡ്രാഗൺ ആയിട്ടുള്ള വേഗാറും മറ്റ് ഡ്രാഗൺസും വലിയ ആർമിയും എല്ലാം തന്നെ ഗ്രീൻസിനുണ്ട്. അതുപോലെ തന്നെ ഡെയ്മൺ തന്റെ മനസ്സ് മാറിക്കൊണ്ട് റെനേറിയയ്ക്ക് ഫുൾ സപ്പോർട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പിന്നെ കിങ്സ് ലാൻഡിങ്ങിൽ ഇനി അങ്ങോട്ട് താൻ ഇവിടെ സേഫ് ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഏഗോൺ ആരും അറിയാതെ കിങ്സ് ലാൻഡിംഗ് വിട്ട് പോകുന്നുമുണ്ടായിരുന്നു. അവസാന ഭാഗത്ത് 2 കൂട്ടരും വലിയൊരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു സീസൺ 2 അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി സീസൺ 2വിൽ നിന്ന് സീസൺ 3യിലേക്ക് എത്തുമ്പോൾ ഇതുവരെ ഉണ്ടായതിനേക്കാൾ കുറച്ചും കൂടി മാസീവ് സ്കെയിലിലാണ് ഈ ഒരു സീസൺ വരാൻ പോകുന്നത്. ഒരുപാടധികം ബാറ്റിൽസും ഡ്രാഗൺസും എല്ലാം തന്നെ ഈ സീസണിൽ കാണാൻ കഴിയും. അതുപോലെ ഏകദേശം 8 എപ്പിസോഡുകളായിരിക്കും ഈ സീസണിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ പോലെ തന്നെ വീക്കിൽ തന്നെയായിരിക്കും എപ്പിസോഡുകളൊക്കെ റിലീസ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഷോ റണ്ണേഴ്സ് തന്നെ കൺഫേം ചെയ്തൊരു കാര്യമാണ്, സീസണിന്റെ ആദ്യ എപ്പിസോഡുകളിൽ തന്നെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു മാസീവ് ബാറ്റിൽസ് എല്ലാം തന്നെ ഫീച്ചർ ചെയ്യുമെന്നത്. അതുപോലെ തന്നെ സീസൺ ഓപ്പൺ ചെയ്യുക 72 മിനിറ്റ് നീളുന്ന ഒരു മാസീവ് എപ്പിസോഡിലൂടെ ആയിരിക്കും എന്നതും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഈ സീരീസിലെ ലോങ്ങസ്റ്റ് സീസൺ ഓപ്പണറും ഇതായിരിക്കും. ഒപ്പം തന്നെ ഈ എപ്പിസോഡിലൂടെ ബാറ്റിൽ ഓഫ് ഗള്ളറ്റും ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാത്തിരുന്ന ആ ഒരു എപ്പിക് നാവൽ ക്ലാഷ് നമുക്ക് ആദ്യ എപ്പിസോഡിൽ തന്നെ കിട്ടും. അതിലുപരി ഈ ഒരു ബാറ്റിലായിരുന്നു നമുക്ക് സീസൺ 2വിന്റെ ഫിനാലിൽ കിട്ടേണ്ടിയിരുന്നത്. 2024 ഹോളിവുഡിലെ റൈറ്റേഴ്സ് സ്ട്രൈക്കും അതോടൊപ്പം VFX ബഡ്ജറ്റും എല്ലാം കാരണമാണ് ഇതിന്റെ ഷോ റണ്ണറായ റയൻ കോണ്ടലും HBOയും ചേർന്ന് ഇത് സീസൺ 3യുടെ ഓപ്പണിംഗ് എപ്പിസോഡിലേക്ക് മാറ്റിയത്. അതോടൊപ്പം ഇതേ ഷോ റണ്ണറായിട്ടുള്ള റയൻ കോണ്ടൽ തന്നെ സീസൺ 3യുടെ പ്രീമിയറിനെ വിശേഷിപ്പിച്ചത് ആർഗ്യൂബിളി ദി ക്രേസിയസ്റ്റ് എപ്പിസോഡ് ഓഫ് ടെലിവിഷൻ എവർ മെയ്ഡ് എന്നാണ്. അത്രത്തോളൊക്കെ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നിരുന്നാലും ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ VFX ഒക്കെ തന്നെ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ സീസണിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഡ്രാഗൺസ് വരുന്നുണ്ട്. ഏകദേശം 25ഓളം ഡ്രാഗൺസിനെ ഈ സീസണിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചത്രത്തോളം ഡ്രാഗൺസിനെയോ ഡ്രാഗൺ ബാറ്റിൽസോ ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സീസണിലൂടെ നികത്തുന്നതായിരിക്കും.
ഒരുപാട് വലിയ ഡ്രാഗൺ സീക്വൻസുകളും ഒപ്പം വലിയ ലാർജർ ബാറ്റിൽ സെറ്റ് പീസുകളും അതുപോലെ ഡ്രാഗൺ റൈഡേഴ്സിന് ഇനി നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ വലിയൊരു മേജർ റോൾ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ HBO ഈ സീസൺ കുറച്ചും കൂടി ഒരു സിനിമാറ്റിക് രീതിയിലേക്ക് ഒരുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ സീസൺ എല്ലാം കൊണ്ടും കുറച്ചും കൂടി ഒരു ഡാർക്കർ ടോണിലാണ് വരാൻ പോകുന്നത്. അതിപ്പോ സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, ക്യാരക്ടർ ആർക്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാം കൊണ്ട് തന്നെ വളരെയധികം ഡാർക്കർ വൈബായിരിക്കും ഈ സീസണിൽ ഉടനീളം ഉണ്ടാവുക. ഇതിന്റെ കാസ്റ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള മാറ്റ് ഡേമൺ അടക്കമുള്ള എല്ലാവരും തന്നെ ഓൾറെഡി ടീസ് ചെയ്ത കാര്യമാണ് വലിയൊരു ബ്ലഡ് ബാത്ത് ആയിരിക്കും വരാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടർ ഡെത്തും ഈ സീസണിൽ സംഭവിക്കും. ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സീസണിൽ മരിച്ചു വീഴും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നടക്കാൻ പോകുന്ന ഈ വാർ എന്ന് പറയുന്നത് കേവലം ആ ടർഗേറിയൻസിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന, ആ റോയൽ എംപയറിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരിക്കില്ല. വെസ്ട്രോസ് മുഴുവൻ ഈ വാറിന്റെ ഭാഗമായി കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഒരുപാട് ന്യൂ ഫേസസ് ഈ സീസണിൽ കണ്ടുവന്ന് വരും. ജെയിംസ് നോർത്തൺ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഈ സീസണിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് വെസ്ട്രോസ് മുഴുവൻ പടരുന്നതിന്റെ ഭാഗമായി ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സ് വരും. ഇവരെല്ലാം തന്നെ മേജർ ഹൗസസ് ആയ ഹൗസ് ഹൈടവർ, ഹൗസ് മാൻഡർലി തുടങ്ങിയവയിൽ നിന്നായിരിക്കും. ഇവരെല്ലാം തന്നെ വൈറ്റിൽ അലൈസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സീരീസ് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.